ഇത് കേടും എത്തുന്നില്ല. ഇതെന്താ പൈപ്പുകൾ സംസ്ഥാന സമ്മേളനം നോക്കിയാ ജലനിധി പൈപ്പ്. അപ്പൊ ഇത് നമ്മൾ പോകാൻ പോകുന്നുണ്ടോ ബാണാസുരമല മീൻമുട്ടി വാട്ടർഫാൾസ് എക്കോ ടൂറിസം സെന്റർ. അപ്പൊ അതാണ് റോഡ് നമ്മൾ. എന്താ ബ്യൂട്ടി. ഇതില് നമ്മളെ അപ്പുണ്ണിയെ അപേക്ഷിച്ച് എന്താ പാട്? നമ്മളെ അപ്പുണ്ണിയെ അപേക്ഷിച്ച് എന്താ പാടെന്താ? അപ്പുണ്ണി വാട്ടർഫാൾസിനെ അപേക്ഷിച്ച് എന്താ പാട്? ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. എന്താ കണ്ട് അഭിപ്രായം നമ്മളാ ഇതുണ്ട് അതവിടെ നിക്കട്ടെ. നീ ഏതാ? പിടിച്ചേക്ക്. ഏതായാലും നഷ്ടം ഞങ്ങൾക്കൊരു അപ്രതീക്ഷിതമായി കിട്ടിയ ഞാൻ ശരിക്കും പറഞ്ഞേ. ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് ട്രാങ്കർ ട്രാവലർ. അപ്പൊ ഗൈസ്, കുറുമ്പലക്കോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സംഭവം കിട്ടില്ല. അത്യാവശ്യം നല്ല വൈബ് കിട്ടില്ല. നമുക്കൊരു എന്താ പറയുക, ആ സൺറൈസ് മാത്രം കിട്ടില്ല എന്നുള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊക്കെ കിട്ടില്ല. നല്ല വൈബ് സ്ഥലം. എന്താ ഒരു പ്ലേസ് കണ്ടില്ല ഞങ്ങൾ. അടിപൊളി പ്ലേസ് ഉണ്ടായിരുന്നു. ആ ഒരു കോട മൂടി വന്ന ആ ഒരു പ്രദേശമൊക്കെ സംഭവിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്തു വിചാരിക്കുന്നു. ദെൻ നമ്മളിപ്പോൾ അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അതായത് ഇപ്പോൾ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ മീൻമുട്ടി വാട്ടർഫാൾസ് അല്ലേ? അതെ, മീൻമുട്ടി വാട്ടർഫാൾസ്. ഈ ബാണാസുര ഡാമിൽ ഏകദേശം 2 കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ചോദിച്ചു പോകാൻ മതി, ഇല്ലെങ്കിൽ ചോദിക്കാൻ സാധനം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണ്ടോ? ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് പെർ ഹെഡ് 30 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 6 ആൾ 150 രൂപ പ്ലസ് ഒരു 32 രൂപ GST വന്നിട്ടുണ്ടോ. എന്താ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു ആ മുകളിലേക്ക് പോകാം. ദെൻ നമുക്ക് കുളിക്കാനാണെങ്കിൽ ഇതിൽ പോകണം. പിന്നെ അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ പോലെ തന്നെ ഉണ്ട്. അതായത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. അപ്പോൾ അതിന് പോലെ ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് കാണാൻ പോകാം. ഒരുപാട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഒക്കെ അലൗഡാണ്. വേണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വെക്കാം. അപ്പോൾ ഇതിൽ പോകാൻ നിൽക്കുകയാണ്. ഒപ്പം നമ്മൾ വെള്ളത്തിനടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിന് കണ്ടെങ്കിൽ അതിന് പോയാൽ ഒരു ചെറിയ റിസോർട്ട് സംഭവമാണ്. നല്ല കാണാൻ രസമുണ്ട്. ദെൻ ഇവിടെ ജണ്ട നടക്കുന്നു. റിസോർട്ടല്ലേ? റിസോർട്ട് നിൽക്കാതെ എല്ലാവരും ഈ റിവർ വ്യൂ റിസോർട്ട് ഉണ്ട് അല്ലേ? അത് നല്ല ഭംഗിയുണ്ടോ. എന്താ വെള്ളത്തെ കളറ്. അപ്പോൾ നാ ജുനി പറഞ്ഞാൽ പാലും വെള്ളം മാതിരി ബോർഡൊക്കെ ചാടിപ്പോയിട്ടോ. അങ്ങോട്ട് ഇങ്ങനെ പോയി നോക്കാം. വേറെ അല്ലേ? കിട്ടില്ല. വെള്ളച്ചാട്ടം ഒന്നും ഒരു ഹാരാണ് ജുനു. അത് അപ്പുണ്ണി ആയാലും എന്താ മീനുട്ടി ആയാലും അത് പതക്കണല്ലേ? നമ്മളാ അപ്പുണ്ണിയെ അപേക്ഷിച്ച് എന്താ പാട്? നമ്മളെ അപ്പുണ്ണിയെ അപേക്ഷിച്ച് എന്താ പാടെന്താ? അപ്പുണ്ണി വാട്ടർഫാൾസിനെ അപേക്ഷിച്ച് എന്താ പാട്? ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. എന്താ കണ്ട് അഭിപ്രായം നമ്മളാ ഇതുണ്ട് അതവിടെ നിക്കട്ടെ. നീ ഏതാ? നല്ലൊരു അഭിപ്രായം പറയാൻ പട്ടി ഓരോ അഭിപ്രായം പറയാൻ അറിയില്ല കാഴ്ച. അപ്പോൾ സംഭവിച്ചാൽ നമ്മളൊരു വാട്ടർ അതെ അപ്പുണ്ണി വാട്ടർഫാൾസ് ഉണ്ട് കളി. അത് പറഞ്ഞാൽ ഹെവി ലെവലുണ്ട്. അപ്പോൾ അതിലേക്കാട്ട് തന്നെ ദമ്മ് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിന് ടൂറിസ്റ്റേക്ക് വേണ്ടി എന്താ പറയുക സെപ്പറേറ്റ് ഉണ്ടാക്കി. മറ്റേ ചില ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെതായ ഒരു കുറവുണ്ടാവും അതിന്. ഇതെല്ലാം ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ കയറ് കെട്ടിയിട്ട് അതേപോലെ ബണ്ട് സംഭവങ്ങളൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന സംഭവമാണ്. ആരും പെട്ടെന്ന് വന്നിട്ട് ചാടാൻ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇവരെ ഒരു എന്താ പറയുക നിർദ്ദേശങ്ങളൊക്കെ പോലും പറയാനുണ്ടാവും. കാരണം വെച്ചാൽ എവിടെ ഇറങ്ങണ്ടെന്നൊക്കെ പറയാനുണ്ടാവുന്നത്. എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് മിക്ക ഇറങ്ങാനുള്ള പ്ലേസിലാണ്. ഇത് പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോഴേ ഇതാക്കണേ അപ്പോൾ കുഞ്ഞു വേണ്ടല്ലേ ഈ ഒരു പോർഷനിൽ പോകാൻ നമ്മളെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോയി നോക്കാം. അവിടുത്തെ പാടം എന്താണെന്നെല്ലാം അറിയാം. ഏതായാലും സെറ്റ് സ്ഥലമായി വിചാരിക്കുന്നു. അതൊന്നും നമുക്കന്നെ കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ തരുമോ അറിയില്ല. അത് അത്ര വൈക്കൊക്കെ നന്നായിട്ട് പിന്നെ ലെവലായ സ്ഥലം തരുമോ അറിയില്ല. ഏതായാലും പോയി നോക്കാം. എത്തിയോ ഇതാ സംഭവം? അവിടെയൊക്കെ മനസ്സിലായിട്ട് ലെവലാക്കി അവിടെ. ഓ മഴയുണ്ടായി. മഴ അപ്പണി കിട്ടിയെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കണ്ടാവില്ല. സൗണ്ട് കമ്പനി
ഉദ്ദേശിക്കുന്നില്ല നനച്ചു വെച്ചിട്ടോ. പാട്ടോ ഏതായാലും ഞാൻ കാണിച്ചിറക്കണി അവിടുന്ന് മേലെ വെള്ളാട്ടോ. അവിടെ നമുക്ക് പോകാൻ പറ്റില്ല, കഴിഞ്ഞ് നമുക്ക് പോകട്ടെ. ഈ കൂടി നമുക്ക് അതിനെ കയറി പോവാം. അതായത് നമുക്ക് താഴേക്കാണ് ഇറങ്ങേണ്ടത്. ഇവിടെ താഴെ പോഷന് വരുന്നത്. അപ്പോൾ ആ ഒരു പോഷനൊക്കെ ഇറങ്ങാൻ എന്തായാലും ഇതിൽ കയറാൻ പറ്റി നോക്കാം. ഇല്ലെങ്കിൽ എന്തായാലും മാക്സിമം ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കൂട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും മാക്സിമം. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇത് കിട്ടിയെന്ന് വെച്ചാൽ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കിട്ടിലും വൈബാണ്. അപ്പോൾ നമ്മളെ കുളി വേണ ശേഷം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അധികം നിൽക്കാനല്ല. തണുപ്പ് നല്ല കിട്ടിലും എന്താ പറയുക അപാര തണുപ്പുണ്ടോ. അതിൻ്റെ നമ്മൾ നാട്ടിൽ പോകുന്നല്ല, ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ പൊതുവെ തണുപ്പാണ്. ഈ കുളിക്കുന്ന തണുപ്പ് തന്നെ ഭയങ്കര തണുപ്പാണ്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് ഫോട്ടോ എടുക്കാനായിട്ടും അല്ലാതെ എല്ലാവരുടെയും പിന്നെ ഓരോ ആൾക്കാരുണ്ട്. കുളിക്കാൻ എല്ലാവരുടെയും പിന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ കച്ചറൊന്നും പോലെ നടക്കില്ല ഇവിടെ. വെച്ചാൽ ഇവിടെ ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്കൂളിൽ കഴിഞ്ഞിരിക്കുമ്പോൾ നല്ല മെസ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വെച്ചാൽ പഴം അതുപോലെ തന്നെ കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ അടിച്ചതിന് ബെൽറ്റാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പൊ ഇതിൽ കഴിക്കണേ ഇതിൽ കഴിച്ചാലേ ഒരു പവർ കിട്ടുള്ളൂ, എനർജി തന്നെ. യെസ്, അപ്പോൾ ഞാൻ അതിലേക്ക് കഴിക്കാൻ പോയേക്കാം. വേറെ ഫുഡിന് പറഞ്ഞ് നമ്മൾ വണ്ടി ചേർത്ത് ഫുഡിന് പറയുന്നു. അത് കാണിച്ചില്ലേ, ഞാൻ കാണിച്ചു കേട്ടോ. അതെ നമ്മുടെ വണ്ടി ഇട്ടു. ഇതാക്കണം ഇവിടെ കട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പാർക്ക് ചെയ്ത് പോയ സ്ഥലം ഉണ്ടോ. നമ്മൾ താഴേന്ന് വന്നു തരാം. ഇവിടെ മേൾ ഭാഗത്ത് സ്റ്റാർട്ടിങ് പോയിന്റ് അതായത് നമ്മൾ ആ റിവറിൻ്റെ പിന്നെ അത് സ്റ്റാർട്ടിങ് പോയിന്റ് ജസ്റ്റ് കാണാമെന്ന് പറഞ്ഞു. നല്ല കട്ടിങ്ങുള്ള പ്ലേസ് ആണോ. അവിടെ ഒന്ന് പോയി നോക്കാം. പൈസ വെച്ചില്ല നേരത്തെ ചിപ്സേ പോക്കറ്റ് കിട്ടും. അപ്പോഴേ കേടും കേട് എത്തുന്നില്ല. ഇതെന്താ പൈപ്പുകളുടെ സംസ്ഥാന സമ്മേളനം നോക്കിയാ ജലനിധി പൈപ്പ് പുറത്ത് വെള്ളം പോകുന്നില്ല. അപ്പോൾ ഇതിലിങ്ങനെ കതച്ച് കയറി കൊണ്ടിരിക്കാനാണ് ഇന്നിപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കേട്ടോ. അടുത്ത് എങ്ങോട്ടാന്നുള്ളത് ഒരു സർപ്രൈസ് ആയിക്കട്ടെ അല്ലേ. യെസ്, അതാണ് കാണാം. അതിന് ഒരു തൈ നടുമ്പോൾ ഒരു തവണ നടുന്നു. ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അല്ലേ ഇതൊന്നും കാണാമല്ലോ അവിടെ. ആഹാ, അതെന്താ കാടാണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും കാണാമല്ലോ. അവിടെ കയറി വെള്ളച്ചാട്ടം വരും കേട്ടോ, പക്ഷെ ഒന്നും കാണില്ല. വെറുതെ ഒരു പോയിന്റ് അത്രേ ഉള്ളൂ. ഒരു മരം കണ്ട പോലെ കെട്ടിയാണ് നല്ല വൃത്തിയാക്കി വെച്ച്. നമ്മുടെ കല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. നല്ല സ്മെല്ലുണ്ടോ നമുക്ക്. നമ്മുടെ ആക്സി തൈലല്ലേ അല്ലേ, അതുണ്ടാക്കുന്ന സംഭവമാണ് യുക്കാരി തൈലം. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് ആ ഒരു ടൈപ്പ് തൈലം. പക്ഷെ അത് സ്മെല്ലൊന്നും കിട്ടുന്നില്ല. ഇത് വേറെ എന്തെങ്കിലും കാട്ടിട്ടാണോന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് നടന്നിട്ടിപ്പോൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒടുക്കത്തെ സൗണ്ട് കേട്ടോ. ഓജ പൊന്നു എന്നാത് ആ താഴെ നോക്കിയ വ്യൂ കണ്ടോ. ഷേ ഇത് നേരിട്ട് കാണും കാശ്, നേരിട്ട് കാണും. നേരിട്ട് എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ കാണും. അല്ലെങ്കിൽ ഇതിൽ ആ ഒരു വൈബ് കിട്ടൂല. പോയി നോക്കാം. വെഡിങ് സ്ഥലമല്ലേ, സൈഡ് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ലൊരു ഹട്ടുണ്ട് അവിടെ കാണാനല്ലേ. നല്ല ഹട്ടുണ്ട്, വൃത്തിയാണല്ലേ ഈ സൈഡൊക്കെ അല്ലേ. അതിൻ്റെ ആ ചുറ്റു പരിസരം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ചേച്ചാ അല്ലേ. ഓ വേറെ ലെവൽ, ഇത് പൊളിക്കൂലേ. വേറെ ലെവലുണ്ട്, വേറെ ലെവൽ. നവാസിൻ്റെയൊക്കെ ഇഷ്ടമുണ്ടോ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളാണ് നവാസിന് ഇഷ്ടം. ഈ പോഷൻ കാണിച്ചിട്ടെങ്കിൽ അത് കണ്ടെങ്കിൽ പിടിച്ചേക്ക് നമ്മളാ കല്ല് പിടിച്ച് കാണാൻ നവാസ്. ഞാൻ കാര്യം ചെയ്യാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഗ്യാപ്പ് യോ എന്നതെങ്ങനെ കാണിച്ചാ
ഒന്ന് മാറി കാണിച്ചു നോക്കട്ടെ. വെള്ളത്തിനകത്ത് പവറുണ്ട് കളി. ആ ഡ്രിഞ്ചിലിങ്ങ മൊത്തം എവിടെ പോയിക്ക് അതിന് എവിടെ പോയി കഴിയോ? ഓ ജപ്പുല്ലോ ചീറ്റല്ലോ അയ്യോ വേറെ ലെവൽ. അവിടെ പോയി പോട്ടെ. ആകെ നനഞ്ഞ കളി ഡ്രസ്സൊക്കെ കാണുന്നുണ്ടാവില്ല, പക്ഷെ നനഞ്ഞതാകെ വേറെ ലെവല്ലേ. ഓ അവിടെ പോയി വെള്ളം വരുന്ന കഴിച്ചോണ്ടല്ലോ അങ്ങനെ പാടി വരാ കേട്ടോ. ഓ ആ രക്ഷയില്ല. ശരിക്കങ്ങനെ അട്ടപ്പടങ്ങനെ ഫോട്ടോ എടുക്കണേ, വീഡിയോ എടുത്ത് കൊടുക്കണേ. ഓ വെള്ളത്തിലെ ചാടാണ് പൊട്ടു. ഞാൻ പറഞ്ഞ കേൾക്കില്ല, ഇതിനൊക്കെ എന്തൊക്കെയോ പറയണ്ടേ. വേറെ ലെവലായിട്ടോ. ഏതായാലും ഫോട്ടോകൾ കിട്ടില്ലാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ചെയ്ത് കയറുകയാണ്. കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അത്യാവശ്യം ലിങ്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്കൊരു അപ്രതീക്ഷിതമായി കിട്ടിയ ഞങ്ങൾക്ക് രാവിലെ കുളിക്കണല്ലോ. ആ ഒരു കുളിക്കും വേണ്ടി ഇറങ്ങിയാണ്. ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കുളിക്കണം തിരഞ്ഞിറങ്ങിയാണ്. അപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്. സൂചിപ്പാനുള്ള ചേട്ടൻ തുഷാരഗിരി ആ നമ്മളൊക്കെ ഒരുപാടുണ്ടായി. ആകെ ഒഴിവാക്കി ഒരു ലോക്ക് കിട്ടിയാൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോൾ ആ ഒരു പ്ലേസിൽ നമ്മൾ പോയ സമയത്ത് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? എന്താ പറയുക ഉഷാറല്ലേ? എന്താണ് ഇവിടെ ആൾക്കാർ കുറവുണ്ട് ഇപ്പൊ? ആളെ അതില്ലേ ഈ ഡാമിൽ ചെല്ലുക, ഡാമിൽ വരുന്നതോ ബന്ധമല്ലേ? കബനിക്ക് പോകുന്നു. ഡാമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ പോരുന്ന പുള്ളി കഴിഞ്ഞപ്പോഴേ ആകെ ടയർഡായ പോലെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വെച്ചു. അപ്പോൾ എന്തായാലും ഇതുകൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് എന്താ പറയുക ജസ്റ്റ് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നും പറയാനില്ല, വേറെ ലെവലായി കിട്ടിയാൽ ഉഷാറായി. അപ്പോൾ ഇനി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ചൊക്കെ പൊട്ടിച്ചേക്കുക. ഇത്ര മാത്രമായിരിക്കും നെക്സ്റ്റ് ടൈം വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മളെ കൂട്ടാതെ എന്തൊക്കെയാ വാങ്ങാനുള്ള പ്ലാനുകളാണ്. നടക്കൂല കേട്ടോ, നടക്കൂല. എന്തൊക്കെയല്ലേ ഇതിന് ചെറുതായി കയ്യിലല്ലേ കഷ്ടപ്പെടാൻ ചെറുതായി കയ്യിലെന്ന് ചേച്ചി. 2.5